കൊന്നിച്ചിവ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ 2 കിടിലൻ ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 339 340 നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഗൈസ്, നമ്മുടെ ബ്ലാക്ക് ക്ലൗഡിന് ഇനി നമ്മൾ കോട്ടപ്പ് ആകാൻ വെറും 38 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളു. പക്ഷെ കോട്ടപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. മാസങ്ങളൊക്കെ കൂടെ നേരത്ത് 1-2 ചാപ്റ്റേഴ്സ് മാത്രമേ ഇതിൻ്റെ അത് റിലീസ് ആകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് റഷ് ഒന്നും ചെയ്താൽ എന്തായാലും ഫൈനൽ സ്റ്റേജ് ആണല്ലോ, പതുക്കെ ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. എങ്കിൽ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ കൊടുക്കാനും മറക്കണ്ട. ക്യാപ്റ്റൻ യാമയുടെ പെങ്ങളാണെന്നോ? അതെങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ ഇതുവരെ പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലോ പുള്ളിക്കാരന് പെങ്ങളുള്ള കാര്യം. അല്ലെങ്കിൽ അവനെ കുറിച്ച് ആരും ഇവിടെ തിരക്കണം. നമ്മുടെ റിയു നോക്കാൻ നേരത്ത് നാട്ടുകാരൊക്കെ ഓരോന്ന് പറയാൻ തുടങ്ങി. അവന്റെ കൈ നോക്കിയേ, അവന്റെ മുടി നോക്കിയേ, അവനൊരു ഫോറിനർ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റിയു നമ്മുടെ ഈച്ചിക്കനെ ആസിനെ പൊക്കൊണ്ട് അവിടുന്ന് ഓടുന്നുണ്ട്. എന്നിട്ട് ഒരു വീടിന്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത്. അവിടെ നമ്മുടെ ലിബി ഉണ്ടെന്നാണ് റിയു പറയുന്നത്. എന്നിട്ട് ആ ഡോർ തുറക്കാനത്ത് പെട്ടെന്ന് എന്തോ ഒരു സാധനം ആസ്റ്റയുടെ ഫ്രണ്ടിലേക്ക് വരും. ആസ്റ്റ ഞെട്ടിപ്പോകുകയും ചെയ്യും. പിന്നെ കാണുന്നത് കുറെ അധികം ഗോൾഡ് ഫിഷ് ഒരു റൂമിന്റെ അടുത്ത് പറന്ന് നടക്കുന്നത്. അപ്പൊ തന്നെ ഒരു ഗോൾഡ് ഫിഷ് അവിടേക്ക് വന്നിട്ട് ലിബിനെ തുപ്പി നമ്മുടെ ആസ്റ്റയുടെ കയ്യിലാട്ടിട്ട് കൊടുക്കും. റിയു പറയുന്നുണ്ട്, എടാ ഇതാണ് ഫുമിട്ടോ മിക്കറിയ, പുള്ളിക്കാരൻ റിക്കവറി യോജുട്സിൽ ഒരു ജീനിയസ് തന്നെയാണ്. അപ്പൊ പുള്ളി പറയും ചെയ്യും, ഞാൻ ഇതുവരെ ഇവരെ പോലൊരു സാധനത്തിലെ ട്രീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ചധികം സമയം എടുത്തു. ആസ്റ്റ സത്യം പറഞ്ഞാൽ ലിബിനെ കാണാതെ വളരെയധികം സന്തോഷപ്പെടുന്നുണ്ട്. കാരണം അവർ പുതിയൊരു സ്ഥലത്തേക്ക് വന്നിട്ട് രണ്ടുപേരും വേർപിരിഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് അവരെല്ലാവരും ഒരു ഫുഡ് കഴിക്കാനിരിക്കും. നമ്മുടെ ഫുമിട്ടോ ഒരു നല്ലൊരു കുക്ക് കൂടിയാണ്. പുള്ളിക്കാരൻ ഇവർക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അതാകട്ടെ വളരെ രുചിയുള്ള ഫുഡും ആയിരുന്നു. ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്ന ആസ്റ്റയുടെ മുഖം പെട്ടെന്ന് വാടുന്നുണ്ട്. റിയു, എന്നോടൊന്ന് പറയൂ, എനിക്ക് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ക്ലോർക്കിൻഡത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത്? എനിക്ക് അതിനുള്ള വഴി അറിയാം, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കുക, നീ ഇപ്പൊ അവിടേക്ക് പോയിട്ട് ഒരു ഉപകാരമില്ല. നിനക്ക് ജൂലിയസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരിക്കലും പറയില്ല, കാരണം എനിക്ക് ട്രൈ ചെയ്യാതെ അതെനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, സിസ്റ്ററൊക്കെ വളരെയധികം അപകടത്തിലാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അവർ രക്ഷിക്കണം, പ്ലീസ്. എടാ, നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് ആവശ്യത്തിലേറെ സമയമുണ്ട്. നീ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്യാൻ നോക്ക്. ട്രെയിൻ ചെയ്യാനോ? ഞാൻ എൻ്റെ ജീവിതം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്ക് ഇതിൽ സ്ട്രോങ്ങർ ആകാൻ സാധിക്കത്തില്ല. ഞാൻ പിന്നെ എന്തിനാണ് ട്രെയിൻ ചെയ്യേണ്ടത്? പെട്ടെന്ന് ആശയുടെ കരണം നോക്കി നമ്മുടെ ഈ ചിക അടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ചുറ്റുമുള്ളവർക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാമല്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. നീ ഇവിടെ ജീവനോട് ഇരിക്കാൻ കാരണം ഇവർ രണ്ടുപേരുമാണ്. എനിക്കൊരു കാര്യം അറിയാവാ, ഈ കൺട്രി വിശ്വസിച്ചിരിക്കുന്നത് ഒരു ഫോറിനർ ഇവിടേക്ക് ഡിസാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നാണ്. ഇവനെ നിനക്ക് കണ്ട ഒരു ഫോറിനർ ആയിട്ട് തോന്നത്തുള്ളൂ, പക്ഷെ ഇവൻ ഇവിടുത്തെ ഷോഗണ്ണാണ്. ഞങ്ങളുടെ ലോഡ് പറയുന്ന കേൾക്കാതെ നീ നിന്റെ ജീവിതം വേസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ, ഞാൻ നിന്നെ ഇവിടെ വെച്ച് എന്നെ കൊന്നേക്കാം. നാശ പുള്ളിക്കാരന്റെ തലയൊക്കെ കുനിച്ചിട്ട് ചെറുതായിട്ട് സൗണ്ടൊക്കെ ഒന്ന് എട്ടറിക്കൊണ്ട് പറയുന്നുണ്ട്, എന്നോട് എല്ലാവരും ക്ഷമിക്കൂ. ഞാൻ നിങ്ങളെ എന്നെ രക്ഷിച്ചതിൽ എപ്പോഴെങ്കിലും ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് റിപ്പയർ ചെയ്തിരിക്കും, പക്ഷേ ഇപ്പൊ എന്നോടൊന്ന് ക്ഷമിക്കും. എന്നിട്ട് റിയു അവനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ആസ്റ്റനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ലൂഷ്യസിന് ഓവർവെല്ലിംഗ് ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, മാൻ ഉണ്ട്, മാജിക്. നീ ഇപ്പോൾ അവനെ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഫ്രണ്ടിലുള്ളത് ഒരു പർവ്വതമാണ്. അതൊരിക്കലും നിനക്ക് തകർക്കാൻ സാധിക്കത്തില്ല. നിനക്ക് ഈ ഫൈറ്റ് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നല്ല നിന്റെ ആഗ്രഹം. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് തന്നെ സെറ്റൻ പഠിക്കാൻ നോക്കും. സെറ്റനോ? അതെന്തുവാ? ഇച്ചിക്ക യൂസ് ചെയ്ത ആ സാധനം തന്നെയാണ്, പക്ഷെ അത് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് മാജിക് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് റിയു പറയുകയും ചെയ്യും, നീ അതൊക്കെ അവിടെ നിന്നിട്ട് അവളുടെ കീ ഒന്ന് നന്നായിട്ട് സെൻസ് ചെയ്യാൻ നോക്കി. കീ എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് എനർജിയാണ്. അത് എല്ലാവരും തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, അവർ അറിയുന്നില്ലെന്ന് മാത്രം. അതാണ് നമ്മുടെ പതുക്കെ യൂറോക്കുമായിട്ട് മാറുന്നത്. നിന്റെ ഉള്ളിലെ എല്ലാ യൂറോക്കും മനസ്സിലാക്കി അതിനെ ഒരു സ്ഥലത്തേക്ക് ഗ്യാദർ ചെയ്യണം, എന്നിട്ട് ഒരുമിച്ച് പുറത്തേക്ക് വിടണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. പുള്ളിക്കാരി എന്നിട്ട് സെറ്റൻ യൂസ് ചെയ്യുന്നു. പുള്ളിക്കാരുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ആ ഒരു മുള രണ്ടായിട്ട് വിണ്ടുപോകുകയും ചെയ്യും. നിന്റെ ഉള്ളിലുള്ള യൂറോക്കോ സ്പീഡൊക്കെ അനുസരിച്ച് നിനക്ക് എക്സ്പ്ലോസീവ് പവേഴ്സ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നീ ഇനി ട്രൈ ചെയ്ത് നോക്കും. അത് അങ്ങനെ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുജുട്സു യൂസേഴ്സ് പോലും വർഷങ്ങളോളം ട്രെയിനിങ് കഴിഞ്ഞാണ് അതൊന്ന് യൂസ് ചെയ്യുന്നത്. എന്തിന് ഈ കൺട്രിയിൽ പോലും നിന്നെ അപേക്ഷിച്ച് 6 പേർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവൻ ചെയ്യാൻ പോകുന്നത്? ആസ്റ്റർ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഓർത്തിട്ടില്ല. ഞാൻ ലിബിയായിട്ട് കോൺട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ കണ്ടതല്ലേ അവൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നിന്റെ ഉള്ളിൽ ചിലപ്പോൾ മാജിക് ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ നിന്റെ ഉള്ളിലൂടെ ആന്റി മാജിക് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് നിനക്കത് ചെയ്യാൻ സാധിക്കും. യൂറോക്കിന് പകരമായി നീ ആന്റി മാജിക് യൂസ് ചെയ്യും, എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആസ്റ്റ ആകട്ടെ നേരെ ആ മോളുടെ ഫ്രണ്ടിൽ പോയി നിന്ന് പുള്ളിക്കാരന്റെ കൈ ഉയർത്തുന്നുണ്ട്. ആസ്റ്റ അതങ്ങനെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ പുള്ളിക്കാരന്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന മോളയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. കണ്ട, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കറിയാമായിരുന്നു ഇവൻ അത് ചെയ്യാൻ സാധിക്കത്തില്ല. പുള്ളിക്കാരന്റെ വോയിസ് ചെറുതായിട്ട് പതറാൻ തുടങ്ങും. അവളുടെ മോള മുറിഞ്ഞതുപോലെ അല്ലെങ്കിലും ആസ്റ്റ ചെയ്ത ആ ഒരു മുള രണ്ടായിട്ട് വിണ്ട് കീറുന്നുണ്ട്, പക്ഷെ കത്തിക്കരിഞ്ഞതുപോലെ തന്നെ. ഈ ചിക്ക സത്യം പറഞ്ഞാൽ ഞെട്ടി തരിച്ചുപോയി. അപ്പൊ തന്നെ നമ്മുടെ റീ കിടന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സംഭവം എന്ന് വെച്ചാൽ ഈ ബാമ്പ് വളർന്നിരിക്കുന്ന യൂറോക്ക് കൊണ്ടാണ്. നിന്റെ മാജിക്, നിന്റെ ആന്റി മാജിക് അതിന്റെ ജീവൻ തന്നെ വലിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ആസ്റ്റ, നിനക്കൊരു സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ട്, പക്ഷെ അത് നിനക്ക് ഇത്ര നാൾ അറിയാൻ മേലായിരുന്നു. അതുകൊണ്ട് മര്യാദക്ക് ട്രെയിൻ ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നോക്ക്. പെട്ടെന്ന് ആസ്റ്റ ഈ ചിക്കനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട്, നന്ദിയുണ്ട്, എനിക്ക് പിന്നെ സ്ട്രോങ്ങർ ആവാൻ സാധിക്കുമല്ലോ. ആസ്റ്റയുടെ ട്രെയിനിങ് അങ്ങനെ നന്നായിട്ട് തന്നെ പോകുവാണ്. പുള്ളിക്കാരൻ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തു. നിനക്കിനി പറഞ്ഞു തരാൻ ബേസിക് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. നീ ബേസിക് എല്ലാം മാസ്റ്ററും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഏറ്റവും നല്ല വഴി ഒരു എക്സ്പീരിയൻസർ ഫൈറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നീ ഇനി ഈച്ചിക്കായിട്ട് ഫൈറ്റ് ചെയ്യ്.
ഫൈറ്റോ ക്യാപ്റ്റൻ യാമയുടെ യങ്ങർ സിസ്റ്ററുമായിട്ട് ഒരു റിയൽ ഫൈറ്റ് ലാസ്റ്റ് മനസ്സിൽ പറയുന്നുണ്ട്. നേരത്തെ കണ്ടത് പുള്ളിക്കാരി സീരിയസ് പോലും ആക്കാഞ്ഞ ഫൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ലിബി ഇത് നമുക്ക് ഒട്ടും വിട്ടുകളയാൻ പറ്റത്തില്ല. എന്നിട്ട് പുള്ളി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ ഡെവിൽ യൂണിയന്റെ ആദ്യത്തെ ഫോമിലേക്കാണ് പുള്ളി മാറുന്നത്. ഇത് കൊള്ളാലോ, അവനവന്റെ ആന്റി മാജിക് കൊണ്ട് അവൻ ഫുള്ളായിട്ട് പൊതിഞ്ഞ് കിട്ടിയിരിക്കുവാണ്. ഒരു സിമ്പിൾ യൂജിറ്റ്സു ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ ഇത് തന്നെ കളിക്കുവാണ്. ഇതന്നെ ചുമ്മാ പുള്ളകളിയാന്ന് പറഞ്ഞാണ് നീ ഇരിക്കണത്. ഇത് ഫൈറ്റ് ആണ്, ഇത് ട്രെയിനിങ് ആണെങ്കിലും ഇത് റിയൽ കോമ്പാക്ട് തന്നെയാണ്. അതുകൊണ്ട് നീ ഇത് സീരിയസ് ആക്കി എടുത്തില്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് ഇവിടെ മരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നേരെ ആസ്റ്റനെ ഇടിച്ച് നേരെ ബാക്കിലേക്ക് വിടും. ആന്റി മാജിക് യൂസ് ചെയ്ത് പുള്ളിക്കാരുടെ പവേഴ്സ് ആസ്റ്റ ക്യാൻസൽ ചെയ്തെന്നുണ്ടെങ്കിൽ അത് വളരെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള പഞ്ച് തന്നെയായിരുന്നു. ആസ്റ്റക്ക് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി നേരെ ഈ ചിക ആസ്റ്റയുടെ നേരെ ചെല്ലുന്നുണ്ട്. ആസ്റ്റയുടെ പുള്ളിക്കാരന്റെ സോഡ് കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഈ ചിക അത് ഡോഡ് ചെയ്ത് മാറും. റിവ്യൂ ഫൈറ്റിന്റെ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ട്, ഈ സെറ്റ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. കാരണം ഇതിന്റെ ക്രിയേറ്റർ ഇങ്ങനൊരു പേര് കൊടുക്കാൻ തന്നെ കാരണം ഇതിന്റെ പവർ യൂസ് ചെയ്ത് സ്കൈ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ ആസ്റ്റനെ ഇടിച്ച് ഈ ചിക നേരെ മുകളിലേക്ക് വിടും. ആസ്റ്റയായിട്ട് ആ കാടിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ഈ ചിക റഷ് ചെയ്ത് ചെല്ലുകയും ചെയ്യും. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് രണ്ടും കൂടെ ഒരു റിവറിന്റെ സൈഡിലേക്ക് ചെല്ലും. അങ്ങനെ പുള്ളിക്കാരി വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു അറ്റാക്ക് ചെയ്യാൻ പോകും. ആശയ്ക്ക് മനസ്സിലായി ഇത് വളരെ സീരിയസ് ആണ്. ആസ്റ്റത് സക്സസ്ഫുള്ളി തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന്റെ പുറകിലുണ്ടായിരുന്ന ആ മുളക്കാട് മുഴുവൻ രണ്ടായിട്ട് മുറിഞ്ഞു പോയി. എന്നിട്ട് ആസ്റ്റയുടെ നെഞ്ചത്ത് നോക്കി പുള്ളിക്കാരി ചവിട്ടുകയും ചെയ്യും. തെറിച്ചു പോയി ആസ്റ്റ ആ കാടിന്റെ നടുക്ക് വീഴുന്നുണ്ട്. പുള്ളിക്കാരനെ ഒന്ന് എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ ഫൈറ്റ് ഞാൻ അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തത്. ഞാൻ എന്റെ ഡെവിൽ യൂണിയനും യൂസ് ചെയ്തു. പക്ഷെ അവളുടെ സ്ട്രെങ്തിന്റെ മുമ്പിൽ അതൊന്നും തന്നെയല്ല. എന്നാൽ പെട്ടെന്ന് ഈ ചിക ഞെട്ടിപ്പോവും. കാരണം ആസ്റ്റ എപ്പോഴത്തെ പോലെ തന്നെ വീണ്ടും അവിടുന്ന് എഴുന്നേക്കാൻ നോക്കും. ദേഷ്യം വന്ന് ഈ ചിക അവന്റെ തല നോക്കി അടിച്ച് അവന്റെ ബോധം കളയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എഴുന്നേക്കാൻ മേലെങ്കിൽ കിടന്ന് കാണിക്കല്ലേ, എടി എന്തിനാണ് ഇപ്പൊ അങ്ങനെ ചെയ്തത്? പിന്നെ അങ്ങനെ കണ്ട് കാര്യമൊന്നുമില്ല, ഇത് റിയൽ കോമ്പാക്ട് ആണ്, അതുകൊണ്ട് തന്നെ. പിന്നെ അവന്റെ പറച്ചിൽ എനിക്ക് വിറയുന്നുണ്ട്. നീ എന്തായാലും അവനെ നിസ്സാരമായിട്ട് കാണിയൊന്നും വേണ്ട. നീ ഒന്ന് ആലോചിച്ച് ആ ഒരു അറ്റാക്ക് അവൻ നേരിട്ടാണ് എടുത്തത്. ഈ കൺട്രിയിൽ തന്നെ 1-2 പേർക്ക് മാത്രമേ അതിന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ പയ്യൻ ഒട്ടും തന്നെ നിസ്സാരക്കാരനല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെയോട് അവസാനിക്കുന്നത്.